ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്കക്കറി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഓവർ കനത്തിൽ കട്ട് ചെയ്യരുത് കേട്ടോ, കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഇതുപോലെ വഴറ്റിയിട്ടാണ് കറി വെക്കുന്നതെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ പാവയ്ക്ക കണ്ടോ, നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് സെയിം കടായിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും കയ്പില്ലാത്ത വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു പാവയ്ക്കക്കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ കണ്ട വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകട്ടെ. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി വാളംപുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം. ഈ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വറ്റി വരണം. പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും എന്തായാലും ഈ കറി കഴിക്കട്ടോ, അത്രയും ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ട് പുളിവെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒരുപാട് അളവിലൊന്നും ചേർക്കരുത്, ചെറിയൊരു കഷ്ണം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയൊക്കെ പാവയ്ക്കയിൽ നന്നായിട്ട് പിടിക്കും വിധം ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് റെഡിയാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ. ഇപ്പോൾ കണ്ട കറി നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചോറിനൊപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാ നമ്മുടെ രുചികരമായ പാവയ്ക്ക കറി റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നില്ലേ? ഒട്ടും കയ്പില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. കറി ഇന്നുണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് നാളെയും മറ്റന്നാളും കഴിക്കുമ്പോഴാണ് കേട്ടോ. അതായത് ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പാവയ്ക്ക കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.